കൂടുതലൊന്നും പറയാനില്ല, ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞതാണ്, അതായത് പ്രകൃതിയാണ് അത്ര സ്നേഹിച്ച ഒന്നുമില്ല കാരണം ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ, അത് മതി. പ്രകൃതിയെ നശിപ്പിക്കരുത്. ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇത് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ അധ്യാപകൻ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞ വാക്കുകളാണ്. ആ വാക്കുകളെ എടുത്ത് ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ഒരു പയ്യൻ വളരെ ചിരിച്ച് സന്തോഷത്തോടു കൂടിയിട്ടിരിക്കുന്ന ഒരു വീഡിയോ കാണുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നുകിൽ ഇവൻ നോർമൽ അല്ല, പിന്നെ അല്പം കൂടെ ടെക്നിക്കൽ വശം അറിയാവുന്ന ആൾക്കാർക്ക് തോന്നും അതായത് ഇവൻ വേറെ എപ്പോഴോ ചെയ്ത് ചിരിച്ച ഒരു വീഡിയോ ഈ വീഡിയോയുടെ, അതായത് അവനോട് വൈരാഗ്യമുള്ള ആരോ ഒരാൾ കട്ട് ചെയ്ത് എടുത്ത് കയറ്റി എന്ന് തോന്നാം. എന്നാൽ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവന് യാതൊരു കുഴപ്പവുമില്ല. ഇവൻ പർപ്പസ്ഫുള്ളി ഇത് ചെയ്തിരിക്കുകയാണ്, മനഃപൂർവ്വം ഇത് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റീച്ചിന് വേണ്ടി ചെയ്തതാണ്. അവൻ വളരെ നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു സംശയം കൂടെ തോന്നും, ഇതൊരു കൊച്ചു പയ്യനാണ്, ഒരു 12, 13 അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ താഴെയുള്ള ഒരു പയ്യനായി നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നുമല്ല, അവന് 29 വയസ്സുണ്ട്. 29 വയസ്സുള്ള ഒരു കിഴങ്ങനാണ് ഈ രീതിയിൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവന് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളില്ല, ഈ വീഡിയോ എഡിറ്റഡ് അല്ല. അങ്ങനെ നമുക്ക് ഇതിൽ സംശയം തോന്നാനുള്ള യാതൊരു കാരണങ്ങളും ഇല്ല. അതിന് പ്രത്യേകം പറയാൻ കാര്യം, അനന്തു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അയാളെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തിയുടെ കൂട്ടുകാരനാണ് ഈ ആള്. ഓക്കെ, അവൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ അവൻ്റെ അഡ്രസ്സ് ഉൾപ്പെടെ. അപ്പോൾ അയാൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സൈബർ സെല്ല് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഫോൺ നമ്പരും അതുപോലെ തന്നെ അഡ്രസ്സ് ഉൾപ്പെടെ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സൈബർ സെല്ല് കോൺടാക്ട് ചെയ്തു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട് ഇതൊന്നുമല്ല. അപ്പോൾ ചുമ്മാ ഒന്ന് വൈറലാവണം എന്ന രീതിയിൽ പറഞ്ഞ് ചെയ്തിട്ട വീഡിയോസ്. അപ്പോൾ ഇവൻ ഇത് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, കർണാടകയിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ വീഡിയോ ഉൾപ്പെടെ എടുത്തു വെച്ച് വളരെ മോശമായി ചെയ്തിട്ടുള്ള ഒരു മോനാണ് ഇത്. അച്ഛനും അമ്മയ്ക്കും വളരെയധികം അഭിമാനിക്കാൻ കഴിയുന്നുള്ള ഒരു മോനാണ്. ഈ കേരളം മുഴുവൻ അവൻ്റെ അച്ഛനെയും അമ്മയും സ്മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ വളർത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മാതാപിതാക്കളെ ലോകം മുഴുവൻ സ്മരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അത് മാത്രമല്ല, ഇവനെ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വാരിയിൽ ഉൾപ്പെടെ ഊരിയെടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനു മുമ്പേ പോലീസുകാർ കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷം. അതാകുമ്പോഴത്തേക്കും അവർ കുറച്ച് ഉപദേശിച്ച് അങ്ങ് വിട്ടോളും. അല്ലാതെ ഇതുപോലത്തെ കേസിലേക്ക് ഇവനെയൊക്കെ എന്ത് ചെയ്യാൻ. പക്ഷെ അതിനു മുമ്പ് നാട്ടുകാരെ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സൈബർ സെല്ലെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാളിനെ വിളിച്ചിട്ട് ഇവനെ കിട്ടിയാൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും. ഒരു ഭാഗവും ബാക്കി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് നമ്മൾ ആലോചിച്ച് പോകുന്നത്, ഈ ദുരന്തങ്ങളൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ തേടി എത്തുന്നില്ല എന്നുള്ളത്. നമ്മൾ ദൈവം എന്നുള്ള സങ്കല്പമൊക്കെ നമുക്ക് തിരിഞ്ഞു കൊത്തുന്ന അവസരങ്ങളാണ് ഇതൊക്കെ. ഇവനെ പോലുള്ളവന്മാരൊക്കെ ഈ ഭൂമിയിൽ വളരെ സന്തോഷത്തോട് കണ്ടില്ലേ, വളരെ സന്തോഷത്തോട് ജീവിച്ചു പോവുകയും ചെയ്യുന്നു. പാവപ്പെട്ടവർ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ ഈ ഒന്നുമില്ലാതെ ഒരു ദിവസം കൊണ്ട് വീടില്ലാതാവുകയും ജീവനില്ലാതാവുകയും ശരീരഭാഗങ്ങൾ പോലും മുറിഞ്ഞു പോകുന്ന രീതിയിൽ എത്തുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമുക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത, അതായത് ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യങ്ങളാണ്. എന്തായാലും ആശാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പോലീസ് ഇറങ്ങിയിട്ടുണ്ട്, നാട്ടുകാരിറങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയോ കുറേ പോലീസ് സ്റ്റേഷനിൽ കേസും രജിസ്റ്റർ ആയിട്ടുണ്ട്.